പൊളിറ്റിക്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ബാർകോഴ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിൽ കൈകടത്താൻ വിജിലൻസ് ഡയറക്ടർക്ക് അധികാരമില്ലെന്ന് കോടതി. SP സുകേഷിന്റെ റിപ്പോർട്ടിൽ തൃപ്തിയില്ലെന്ന് പ്രോസിക്യൂഷൻ. മാധ്യമങ്ങളെ വിലക്കണമെന്ന ആവശ്യം തള്ളി. വെള്ളാപ്പള്ളി നടേശൻ നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി. രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്ന് വെള്ളാപ്പള്ളി. തനിക്ക് പാർലമെന്ററി വ്യാമോഹമില്ല. SNDP യോഗം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങണമെന്ന് BJP. വയസ്സുകാലത്ത് കതിർ മണ്ഡപത്തിലേക്ക് പോകേണ്ടെന്ന് കോടിയേരി. മൂന്നാറിലെ സ്ത്രീ തൊഴിലാളികളുടെ രാപ്പകൽ നിരാഹാര സമരം പിൻവലിച്ചു. രാത്രിയിൽ സുരക്ഷ നൽകാനാകില്ലെന്ന് പോലീസ്. സമരം തീർക്കാൻ തൊഴിലാളികളും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഷിബു ബേബി ജോൺ. സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന് CPM. റവന്യൂ ഭൂമി ഏറ്റെടുക്കലിനെ ചൊല്ലി തിരുവഞ്ചൂരുമായി മന്ത്രിസഭായോഗത്തിൽ ായി ചർച്ച നടത്തിയ ശേഷമാണ് ഇരുവരും ഒന്നിച്ച് പ്രധാനമന്ത്രിയെ കാണാനെത്തിയത്. അത് മാത്രമല്ല, അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരു വാചകമുണ്ടായിരുന്നു. കേരളത്തിൽ നിലവിലൊരു മൂന്നാം മുന്നണിയുടെ സാധ്യതയുണ്ട്. കേരളത്തിലെ രണ്ട് മുന്നണികളിലും ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ മുന്നണിയുടെ നേതൃത്വം SNDP ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. നിലവിൽ ആരും അത്തരത്തിലൊരു ഓഫർ മുന്നോട്ട് വെച്ചിട്ടില്ല. അത്തരം എന്തെങ്കിലും ഓഫറുകൾ വരുന്ന കാലഘട്ടത്തിൽ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി. നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് BJP ദേശീയ അധ്യക്ഷനുമായുള്ള കൂടിക്കാഴ്ചയിൽ ചില ഉപാധികൾ SNDP നേതൃത്വം മുന്നോട്ട് വച്ചിരുന്നു. ഈ ഉപാധികൾ പൂർണ്ണമായും BJP നേതൃത്വം അംഗീകരിക്കുകയുണ്ടായി. അതിനുശേഷം ഒരു അന്തിമ ചർച്ചയായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടത്തിയത്. ഈ വസതിക്ക് ശേഷം കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു SNDP സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ഈ രാഷ്ട്രീയ പാർട്ടി BJPയുമായി സഖ്യത്തിലെത്തുക എന്ന ധാരണ ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് ചേർന്ന യോഗത്തിൽ ഉണ്ടായെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇത്തരത്തിൽ SNDP മുന്നോട്ട് വെച്ച ഉപാധികൾ BJP നേതൃത്വം അംഗീകരിക്കുകയും ആ ഉപാധികളിൽ ഏറ്റവും പ്രധാനം ഒന്ന് SNDPക്ക് അർഹമായ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അർഹമായ പ്രാതിനിധ്യം നൽകുക, കയർ ബോർഡ്, അതുപോലെ തന്നെ നാളികേര വികസന കോർപ്പറേഷൻ തുടങ്ങിയവയിൽ SNDP പ്രതിനിധികളെ ചെയർമാൻമാരായി നിയമിക്കുക, SNDPയുടെ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന് കേന്ദ്ര സഹായം നൽകുക എന്നിങ്ങനെ ചില ഉപാധികൾ. അതിനു പുറമെ നിലവിലെ സംവരണ സംവിധാനങ്ങളിൽ ഒരു മാറ്റമുണ്ടാകുന്ന ഒരു നിർദ്ദേശം, അത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും SNDP ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യവും തത്വത്തിൽ BJP കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരിച്ച് BJP നേതൃത്വം മുന്നോട്ട് വെച്ചതാകട്ടെ പ്രചരണത്തിന്റെ ചുമതല തന്നെ നേരിട്ട് SNDP ഏറ്റെടുക്കണം. ഒരു പരസ്യമായ ഒരു സഖ്യകക്ഷിയായി വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ, അല്ലാതെ പ്രാദേശികമായ നീക്കുപോക്കുകൾ അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. ഈ നിലപാട് SNDP യോഗവും അംഗീകരിച്ചു. ഇക്കാര്യത്തിലുള്ള ഒരു അറിയിപ്പ് ഇന്ന് ഡൽഹിയിൽ രണ്ടാമത് നടത്തിയ കൂടിക്കാഴ്ചയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ അമിത്ഷായ്ക്ക് നൽകിയതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രബോധ്, ന്യൂദില്ലിയിൽ നിന്നും നരേന്ദ്രമോദിയെ വെള്ളാപ്പള്ളി നടേശൻ കണ്ടു. R. ശങ്കറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിനായി കേരളത്തിലെത്തും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചിരിക്കുന്നത്. ആനത്തലവട്ടം ആനന്ദൻ തിരുവനന്തപുരത്ത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, സഹമന്ത്രി സ്ഥാനം, നേരത്തെ സഹമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് നേരത്തെ അമിത്ഷായെ കണ്ടതിന് ശേഷം സഹമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചോദ്യങ്ങളെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. എങ്കിൽ ഇത്തവണ പറയുന്നത് അങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ ഞങ്ങൾ കൗൺസിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ്. വലിയ കൂടിയാലോചനകളാണ് നടക്കുന്നത്. ആദ്യം അമിത്ഷായെ കണ്ടു,
അത് കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കണ്ടു. ഒന്ന്, BJP കേന്ദ്ര നേതൃത്വം കേരളത്തിൽ നിന്ന് പോകുന്ന ആരെയും പരിഗണിക്കാറില്ല. പക്ഷേ SNDP യോഗത്തിന് വെള്ളാപ്പള്ളി നടേശന് ഉയർന്ന പരിഗണന ലഭിക്കുന്നു. അദ്ദേഹത്തെ പ്രചാരണത്തിന് ഇറക്കാനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു രാഷ്ട്രീയ പാർട്ടി തട്ടിക്കൂട്ടിയുണ്ടാക്കി BJP അത് മുന്നണിയാക്കി രൂപാന്തരം പ്രാപിച്ച് കേരളത്തിൽ വലിയ തോതിലുള്ളൊരു സ്വാധീനത്തിന് ശ്രമിക്കുകയാണ്. അതിൻ്റെ എല്ലാ സൂചനകളും പുറത്തു വരുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമല്ലേ ടെൻഷൻ? നമ്മൾക്കെന്തിനു ടെൻഷൻ ഉണ്ടാകേണ്ടത് SNDP യോഗത്തിനാണ്. SNDP യോഗത്തിൻ്റെ ശാഖകൾക്കും SNDP യോഗത്തിൻ്റെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ആ ശ്രീനാരായണ ദർശനങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ജനവിഭാഗത്തിനുമാണ്. ശ്രീനാരായണ ദർശനങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരു പ്രസ്ഥാനവുമായി സന്ധി ഉണ്ടാക്കാനും യോജിച്ച് പ്രവർത്തിക്കാനും SNDP യോഗത്തിൻ്റെ നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് പറയുന്നതിൽ ടെൻഷൻ അവർക്കാണ് ഉണ്ടാകേണ്ടത്. ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. നികേഷ്, ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ, നേരത്തെയുള്ള ചർച്ചയുടെ തുടർച്ചയാണല്ലോ ഇത്. ബാബു എന്ന് പറഞ്ഞ ഒരാൾ, ഒരു സ്നേഹിതൻ, BJP ആണോ RSS ആണെന്ന് എനിക്കറിയില്ല, അദ്ദേഹം പറയുകയുണ്ടായി, ശ്രീനാരായണ ദർശനങ്ങൾ എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ബാബുവിൻ്റെ കാര്യം മനസ്സിലാക്കണം. ശ്രീനാരായണ ദർശനങ്ങൾ പഠിച്ച് അതിൽ നിന്ന് ആവേശം കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണല്ലോ ശ്രീ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ വാദക്കാര്യത്തിൽ എന്റെ മുമ്പിൽ ഇപ്പോഴല്ലേ പറയുന്നത്, പിന്നെ അത് നേരത്തെ എങ്ങനെ ചർച്ച ചെയ്യുന്നത്? എന്റെ മുമ്പിൽ ഒരാൾ പറഞ്ഞാൽ അതിന് മറുപടി പറയണ്ടേ നികേഷേ? അതുകൊണ്ട് ഈ പറഞ്ഞ ബാബു ശ്രീനാരായണ ദർശനങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ആനന്ദൻ ശ്രീനാരായണ ദർശനങ്ങൾ നടപ്പാക്കുകയും ശ്രീനാരായണ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും ശിവഗിരി പോവുകയും ശിവഗിരി പോലുള്ള ചടങ്ങുകൾ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വിനയപൂർവ്വം അറിയിക്കട്ടെ. ശ്രീനാരായണ ദർശനങ്ങൾ നടപ്പാക്കാൻ ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അതിനോട് പൊരുത്തമുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ശ്രീനാരായണ ദർശനങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എപ്പോഴും, ഇപ്പോഴും, നാളെയും. ആ ദർശനങ്ങളാണ് ഇന്ന് രാജ്യത്ത് ഉയർന്നു വരുന്ന വെല്ലുവിളികൾക്കുള്ള മറുമരുന്ന് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇനി വെള്ളാപ്പള്ളി പോയി മൂന്നാമതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ സാധ്യതയുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SNDP യോഗത്തിന്റെ അനുഗ്രഹാശിസുകളോടുകൂടി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോൾ ശ്രമമുണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വലിയ തോതിൽ ഈഴവർ ഒലിച്ചു പോകുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും UDF നിന്നും ആ ഒഴുക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈഴവർക്ക് പ്രാധാന്യമുള്ള നായർ മുതൽ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ഒരു ഹിന്ദു പാർട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലൊരു പാർട്ടിക്ക് സാധ്യത ഉണ്ടെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ? CPM വിലയിരുത്തുന്നുണ്ടോ? ഞങ്ങൾ ഇല്ല. നായാടി മുതൽ നമ്പൂതിരി വരെ ഉള്ളവർ ഒരു മുന്നണിയിൽ ചേരുമെന്ന് പറയുന്നത് അവരുടെ സാമ്പത്തിക ജീവിത പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാകണമല്ലോ. അതൊരിക്കലും സാധിക്കുന്നതല്ല. ഇന്ന് ഏറ്റവും പ്രധാനമായ ഒരു വെല്ലുവിളിയായി ആ പിന്നോക്ക ജാതിക്കാർക്ക് വന്നിരിക്കും. ആ പിന്നോക്ക ജാതിക്കാരും ഹിന്ദുക്കളാണ്, ഹരിജനങ്ങളും അതുപോലെ ആദിവാസികളും ഈഴവരുമൊക്കെ ഹിന്ദുക്കളാണെന്നാണല്ലോ ഇപ്പോൾ പറയുക. ആ ഹിന്ദുക്കൾക്ക് പ്രത്യേക റിസർവേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് മുന്നോക്ക ജാതിയിലുള്ളവരും ബ്രാഹ്മണ മേധാവിത്വം അംഗീകരിക്കുന്നതല്ല. BJPയുടെ തന്നെ പിന്നോക്ക ജാതിക്കാർക്ക് 27% മണ്ഡൽ കമ്മീഷൻ ശുപാർശ നടപ്പാക്കാൻ സംവരണം ഏർപ്പെടുത്താൻ പോയപ്പോൾ ആത്മാഹൂതി സംഘടിപ്പിച്ച് ആ ഗവൺമെൻറ് VP സിംഗിനെ തന്നെ ഗവൺമെൻറ്റിനെ തന്നെ തകർത്ത BJP, ആ BJPയുമായി കൂട്ടുകൂടി എങ്ങനെയാണ് സംവരണം സംരക്ഷിക്കുക? സംവരണ നരേന്ദ്രമോദിയിൽ നിന്ന് അതാണ് ആദ്യം ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വാർത്താലേഖകരോട് പറഞ്ഞതും. വളരെ നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. ആദ്യ പ്രതികരണം താങ്കൾ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നാം കടക്കുകയാണ്. അന്തിമ റിപ്പോർട്ട് എങ്ങനെ വേണമെന്ന് കീഴുദ്യോഗസ്ഥനോട് നിർദ്ദേശിക്കാൻ മേലുദ്യോഗസ്ഥന് അധികാരമില്ലെന്ന് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി. അന്വേഷണത്തിൽ തൃപ്തിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ മാറ്റാനോ തുടരന്വേഷണത്തിന് ഉത്തരവിടാനോ മാത്രമേ ഡയറക്ടർക്ക് അധികാരമുള്ളൂ എന്നും ബാർ കേസ് പരിഗണിക്കവേ കോടതി വ്യക്തമാക്കി. അതേസമയം SP സുകേഷിനെ പൂർണ്ണമായും തള്ളിയാണ് പ്രോസിക്യൂഷൻ ഇന്ന് രംഗത്ത് വന്നത്. ഇതിനിടെ ബാർകോഴ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്ന വിജിലൻസിന്റെ ആവശ്യം കോടതി നിരാകരിച്ചു. ബാർക്കോഴ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിലെ എതിർവാദത്തിനിടെയാണ് തുടർച്ചയായ രണ്ടാം ദിവസവും വിജിലൻസിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകാൻ വിജിലൻസ് ഡയറക്ടർക്ക് അധികാരമുണ്ടെന്നും വിൻസെന്റ് ആ അധികാരമാണ് ഉപയോഗിച്ചതെന്നും വിജിലൻസിന് വേണ്ടി ഹാജരായ അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ G ശശീന്ദ്രൻ കോടതിയിൽ പറഞ്ഞു. എന്നാൽ ഈ വാദം കോടതി പൂർണ്ണമായും നിരാകരിച്ചു. കേസിലെ അന്തിമ റിപ്പോർട്ട് എങ്ങനെ വേണമെന്ന് നിർദ്ദേശിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് അധികാരമില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാനോ തുടരന്വേഷണത്തിന് ഉത്തരവിടാനോ മാത്രമേ മേലുദ്യോഗസ്ഥന് അധികാരമുള്ളൂവെന്നും സംശയത്തിനിട നൽകാതെ കോടതി വ്യക്തമാക്കി. മാണിക്കെതിരെ വസ്തുതാപര റിപ്പോർട്ടിൽ ചുമത്തിയിരുന്ന അഴിമതി നിരോധന നിയമത്തിലെ 7ാം വകുപ്പ് ഉൾപ്പെടുത്തുന്നതിന് കോഴ ആവശ്യപ്പെടണമെന്നില്ലെന്നും സ്വീകരിച്ചെന്ന് മാത്രം
തെളിഞ്ഞാൽ മതിയെന്നും ജഡ്ജി ജോൺ കെ ഇല്ലിക്കാടൻ വ്യക്തമാക്കി. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP സുകേഷിനെ പൂർണ്ണമായും തള്ളിയാണ് പ്രോസിക്യൂഷൻ ഇന്ന് രംഗത്ത് വന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പല കണ്ടെത്തലുകളോടും വിയോജിപ്പുണ്ടെന്നും തെളിവുകളില്ലാതെയാണ് മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥൻ നിർദ്ദേശം നൽകിയതെന്നും വിജിലൻസ് അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ഉദ്യോഗസ്ഥനിൽ വിശ്വാസമില്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകർ ഈ വാദം ഉന്നയിച്ചെങ്കിൽ മനസ്സിലാക്കാമായിരുന്നുവെന്നും കോടതി പറഞ്ഞു. കേസിൽ സ്വകാര്യ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടിയത് തെറ്റായിപ്പോയെന്നും വിജിലൻസ് കോടതിയിൽ സമ്മതിച്ചു. പ്രതി ആരാണെന്ന് കോടതി പരിശോധിക്കേണ്ട കാര്യമില്ലെന്നും തെളിവുകൾ മാത്രം പരിശോധിച്ചാൽ മതിയെന്നും വിജിലൻസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. റിപ്പോർട്ടർ തിരുവനന്തപുരം. ആന്റണി രാജു കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി, VS സുനിൽകുമാർ CPI നേതാവ്, KP ജയചന്ദ്രൻ അഭിഭാഷകൻ, PC ജോർജ് എന്നിവരെ വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ ആന്റണി രാജു, സുകേഷിന് നൽകിയ കത്തിൽ ഡയറക്ടറുടെ അഭിപ്രായം മാത്രമല്ല മാണിയെ കുറ്റവിമുക്തനാക്കാനുള്ള നിർദ്ദേശമാണ് എന്നുള്ളത് ഒന്ന്. രണ്ട്, ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു ഉള്ളടക്കം എങ്ങനെ ആയിരിക്കണം എന്ന് നിർദ്ദേശിക്കാൻ ഡയറക്ടർക്ക് അധികാരമില്ല, അന്തിമ റിപ്പോർട്ട് എങ്ങനെ വേണം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അന്തിമ വിധി പോലെ പ്രധാനപ്പെട്ട പരാമർശങ്ങളോ വെളിപ്പെടുത്തലുകളോ ആണ് വിജിലൻസ് ജഡ്ജി നൽകുന്നത് എന്ന് പറയേണ്ടി വരും. നികേഷ്, ഇവിടെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം വസ്തുതാവിരുദ്ധമാണ്. അതായത് കുറ്റവിമുക്തനാക്കണമോ കുറ്റവാളിയാക്കണമോ എന്ന് വിൻസെൻ്റ് എംപോൾ നിർദ്ദേശം കൊടുത്തിട്ടില്ല. വിൻസെൻ്റ് എംപോൾ കൊടുത്ത റിപ്പോർട്ടിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതിലേറ്റവും ഒടുവിലത്തെ സെൻറ്റൻസ് ഇതാണ് എൻ്റെ നിഗമനങ്ങൾ, നിങ്ങൾ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ വിൻസെൻ്റ് എംപോളിന് വേണമെങ്കിൽ KM മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കണമെന്ന് എഴുതാമായിരുന്നില്ല. അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ എഴുതാത്ത കാര്യത്തെക്കുറിച്ച് അങ്ങനെ എഴുതിയെന്ന് വ്യാഖ്യാനം ചെയ്യുന്നത് ശരിയല്ല. വിൻസെൻ്റ് എംപോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ലാസ്റ്റിലെ, ഹെൻസ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഈസ് ഡയറക്റ്റഡ് ടു ഫയൽ ദി ഫൈനൽ റിപ്പോർട്ട്. ഫൈനൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം KM മാണിയെ കുറ്റവിമുക്തനാക്കണമെന്നുള്ളതല്ല, അല്ലെങ്കിൽ KM മാണിയെ പ്രതിയാക്കണമെന്നുള്ളതല്ല. അങ്ങനെ ഇൻ്റർപ്രിറ്റേഷൻ്റെ ആവശ്യമില്ല. മറ്റത് രണ്ടാമത് ശ്രീ സുകേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, ഫാക്ച്വൽ റിപ്പോർട്ട് തയ്യാറാക്കിയ സന്ദർഭത്തിൽ സുകേഷൻ നേരിട്ടുള്ള എവിഡൻസ് ഒന്നും ചൂണ്ടിക്കാണിക്കാതെ സാഹചര്യ തെളിവുകളുടെയും അതുപോലെ തന്നെ നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് KM മാണിയെ പ്രതിയാക്കേണ്ടി വരും എന്നെഴുതിയത്. ആ ഫാക്ച്വൽ റിപ്പോർട്ടിലെ പാളിച്ചകളാണ് ഡയറക്ടർ വിൻസെൻ്റ് എംപോൾ ചൂണ്ടിക്കാണിച്ചതും അതിലെ നിയമപരമായ പാളിച്ചകളുമാണ് ചൂണ്ടിക്കാണിച്ചതും. അത് സുകേഷിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ സുകേഷൻ തന്നെ KM മാണിയെ കുറ്റവാളിയാക്കാൻ നിയമമില്ല, തെളിവില്ല. അതുകൊണ്ട് ഫൈനൽ റിപ്പോർട്ട് അനുസരിച്ച് KM മാണിക്കെതിരെയുള്ള FIR ക്ലോസ് ചെയ്യുന്നു, കുറ്റവാളിയാക്കാൻ വകുപ്പില്ല എന്ന് എഴുതി കൊടുത്തത് ഇതേ സുകേഷൻ തന്നെയാണ്. ഈ കാര്യത്തിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ CRPCയിലെ 188(2) അനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് നേതൃത്വം കൊടുക്കുന്ന ഡയറക്ടർക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. ആ അധികാരം വിനിയോഗിച്ചിരിക്കുന്നു. അത് അധികാരമില്ല എന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ അധികാരമില്ല എന്ന് ആര് പറഞ്ഞാലും അത് CRPCയുടെ 158(2) വിരുദ്ധമാണ്. തുടരുക ശ്രീ VS സുനിൽകുമാർ, അതിന് മറുപടി. ഈ ആന്റണി രാജു പറയുന്നതെല്ലാം വസ്തുതാവിരുദ്ധവും നിയമവിരുദ്ധവുമായിട്ടുള്ള കാര്യമാണ്. ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ ഈ വിൻസെൻ്റ് എംപോൾ അദ്ദേഹം ഒരു ജഡ്ജിനെ പോലെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്, ദർ ഈസ് നോ സഫിഷ്യന്റ് മെറ്റീരിയൽ ടു പ്രൂവ് ദി ഇൻഗ്രീഡിയൻസ് ഓഫ് സെക്ഷൻ 7, സെക്ഷൻ 13(1)(d), സെക്ഷൻ 13(2) ഓഫ് PC ആക്ട്. ഇതിന്റെ അർത്ഥം എന്താ? ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു ഫൈൻഡിങ് എത്തിക്കഴിഞ്ഞാൽ ആ ഫൈൻഡിങ്സിനെ സംബന്ധിച്ച് ഇടപെടാൻ വേറൊരു ഉദ്യോഗസ്ഥനും അധികാരമില്ല എന്ന് ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ വളരെ വ്യക്തമായി പറയുന്ന നിയമമാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും നിയമം. അല്ലാതെ വിൻസെൻ്റ് എംപോളിനൊരു നിയമം, ആന്റണി രാജുവിനൊരു നിയമമൊന്നും കൂടിയില്ല. അതാണ് കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അത് മാത്രമല്ല, ഇന്ന് വിജിലൻസിന്റെ പ്രോസിക്യൂഷൻ വക്കീൽ അവിടെ പറഞ്ഞെന്താ, വിജിലൻസിന് വേണ്ടി വിജിലൻസിന്റെ ഉത്തരവ് പ്രകാരം അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ, ഈ പറയുന്ന വിൻസെൻ്റ് എംപോൾ പറഞ്ഞ പ്രകാരം തന്നെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെ വിശ്വാസമില്ലെന്നും അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ കോടതി ചെയ്യേണ്ടത് എന്താ? അദ്ദേഹത്തെ പ്രതിഭാഗം ചേർന്നു പ്രോസിക്യൂഷൻ എന്ന് വിധി പ്രസ്താവിക്കാൻ വകുപ്പുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ചെയ്യേണ്ടത് പ്രോസിക്യൂഷൻ പ്രതിഭാഗം ചേർന്നിരിക്കുന്നു, കൂറുമാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കൂറുമാറിയ കക്ഷിയാക്കി മാറ്റാൻ വേണ്ടി വല്ല വകുപ്പുണ്ടെങ്കിൽ, അങ്ങനെ വകുപ്പില്ലാത്തതുകൊണ്ടാണ്, ആ വകുപ്പുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ പ്രതിഭാഗത്തേക്ക് കൂറുമാറി എന്ന് പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയാവുന്ന വിധത്തിലുള്ള നാണം കെട്ട നിലപാടാണ്
ഇന്ന് പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായത്. കാരണം എന്താ? പ്രതിക്കുള്ള പരാതി, പ്രതി ആരാണ്? കേരളത്തിലെ നിയമകാര്യമന്ത്രിയാണ്, ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഈ പറയുന്ന വിജിലൻസിന്റെ അവരുടെ മാനുവൽ അനുസരിച്ച് അവർ പറയുന്ന വളരെ വ്യക്തമായ കാര്യം, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഏത് ഫൈൻഡിങ്സ് ഉണ്ടെങ്കിലും ആ ഫൈൻഡിങ്സ് അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥന് കൊടുക്കുകയും മേലുദ്യോഗസ്ഥൻ ഏറ്റവും സുപ്പീരിയർ ഓഫീസറായിരിക്കുന്ന വിജിലൻസ് ഡയറക്ടർ അത് ഗവൺമെന്റിനുമായി ചർച്ച ചെയ്തുകൊണ്ട് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം കേസെടുക്കണമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കണം എന്ന നിയമവിരുദ്ധമായ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പ്രൊസീജിയർ അനുസരിച്ചുകൊണ്ടാണ് ഈ കേസിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് വിരുദ്ധമായി KM മാണി എന്ന സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഒരു മന്ത്രിയെ സർക്കാർ തന്നെ കുറ്റമുക്തമാക്കണമെന്ന രാഷ്ട്രീയ നിലപാട് ഒരു ഉദ്യോഗസ്ഥൻ വിജിലൻസ് ഡയറക്ടർ നിയമവിരുദ്ധമായി ചെയ്തതിനെയാണ് ഇന്ന് കോടതി നഖശികാന്തം എതിർക്കുകയും ഒരു നാണവുമില്ലാതെ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ബാക്ക്ഗ്രൗണ്ട് ചരിത്രം പരിശോധിക്കണമെന്ന് പറയുകയും ചെയ്തപ്പോ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമവും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയും തലകുനിച്ച് നിന്ന ദിവസമാണ് ഇന്ന് കേരളത്തിൽ ഈ വിജിലൻസ് കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. അത്തരം ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുചെന്നത് ഈ ഗവൺമെന്റ് റൂൾ ഓഫ് ലോ മാനിക്കാത്ത ഗവൺമെന്റ് ആണ് എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ജുഡീഷ്യറിയോടുള്ള എല്ലാ ബഹുമാനവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലേക്കാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഇപ്പോ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ ചുമതല ഒരു കുറ്റം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ആരാണോ അയാൾ ചെയ്തിരിക്കുന്ന കുറ്റം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കോടതിയിൽ ഹാജരാക്കി കോടതിയെ സഹായിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്ന പ്രോസിക്യൂഷൻ അതിന് ഘടകവിരുദ്ധമായി പ്രതിയുടെ ദയവായി തുടരുക ശ്രീ വി എസ് സുനിൽകുമാർ. ശ്രീ ആന്റണി രാജു, കേട്ടുകേൾവിയില്ലാത്ത പോലെയാണ് ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് സുനിൽകുമാർ പറയുമ്പോൾ അത് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം വിജിലൻസ് സ്വന്തം ഉദ്യോഗസ്ഥനെയാണ് തള്ളിപ്പറയുന്നത്. കോടതി ചോദിക്കുകയാണ്, അപ്പോൾ ഇത് പ്രതിഭാഗമാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഞാൻ അത്ഭുതപ്പെടില്ലായിരുന്നു എന്ന്. അപ്പോൾ എന്താണോ വിജിലൻസിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നത് അത് കോടതിയെ അത്ഭുതപ്പെടുത്തുകയോ അതിശയിപ്പിക്കുകയോ ചെയ്യുന്നു. ഈ ഉദ്യോഗസ്ഥൻ്റെ സുകേശൻ്റെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കണം, സുകേശൻ്റെ നിലപാടിനോട് യോജിപ്പില്ല, KM മാണിയെ കുറ്റക്കാരനാക്കി കാണുന്നതിന് വേണ്ടി ഈ ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് KM മാണിയെ രക്ഷിക്കുക അല്ലെങ്കിൽ ഒരു മന്ത്രിയെ പ്രതിയാക്കുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യം ഒരുപക്ഷെ വിജിലൻസിൻ്റെ തലപ്പത്തുള്ളവർക്ക് അല്ലെങ്കിൽ വിജിലൻസിനെ ഭരിക്കുന്ന മന്ത്രിക്ക് അല്ലെങ്കിൽ ഈ സർക്കാരിനുണ്ടായേക്കാം. പക്ഷെ സ്വന്തം ഉദ്യോഗസ്ഥരെ കോടതിയിൽ തള്ളിപ്പറയുക എന്നൊക്കെ പറയുന്നൊരു നീതികേട് വലിയ പാപമായി ഈ സർക്കാരിൻ്റെ തലയിൽ, കേരള കോൺഗ്രസിൻ്റെ തലയിൽ വീഴില്ലേ ശ്രീ ആന്റണി രാജു? ദൈവവിശ്വാസമുള്ള ആളല്ലേ താങ്കൾ? നികേഷ്, സുനിൽകുമാർ പറയുന്ന അബദ്ധജടിലമായ വസ്തുതാവിരുദ്ധമായ വാക്കുകൾ വിശ്വസിച്ച് അങ്ങേപ്പോലുള്ളൊരു മാധ്യമപ്രവർത്തകൻ അതിനനുകൂലമായി സംസാരിക്കരുത്. കാരണം ഇന്നത്തെ കോടതിയിൽ SP സുകേശനെ കുറിച്ചല്ല ചരിത്രം പരിശോധിക്കണമെന്ന് പറഞ്ഞത്. ഇന്നത്തെ കോടതിയിൽ നമ്മുടെ അഭിഭാഷകൻ പ്രോസിക്യൂട്ടർ പറഞ്ഞത് വിൻസെന്റ് എം പോളിന്റെ ക്രെഡിബിലിറ്റി നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആളാണ്. വിൻസെന്റ് പോൾ ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് എന്ന് പറയുന്നതിന് മുമ്പ് സുകേശനെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കണം, സുകേശന്റെ നിലപാടിനോട് യോജിപ്പില്ല, മന്ത്രിയെ പ്രതി ചേർക്കാൻ നടത്തിയ ശ്രമങ്ങൾ ശരിയായിരുന്നില്ല എന്ന് കോടതിയിലുള്ള എല്ലാവരും പറഞ്ഞതാണ്, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. അല്ല നികേഷ്, ആ റിപ്പോർട്ടിൽ അങ്ങനെയല്ല. അതായത് കോടതിയിൽ പറഞ്ഞത് ശ്രീ സുകേശന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്നില്ല, മറിച്ച് സുകേശന്റെ ഫാക്ച്വൽ റിപ്പോർട്ടിൽ, ആദ്യം കൊടുത്ത ഫാക്ച്വൽ റിപ്പോർട്ടിൽ സുകേശൻ നിഗമനങ്ങളുടെയും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു നിഗമനങ്ങളിൽ എത്തിച്ചേർന്നത് ശരിയല്ല. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ ഒരാളെ പ്രതിയാക്കണമെങ്കിൽ ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാതെ, ഡിമാൻഡിനും അക്സെപ്റ്റൻസിനും എവിഡൻസ് ഇല്ലാതെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുകേശൻ അങ്ങനെ നിഗമനങ്ങളിലെത്തി ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് കൊടുത്തത് ശരിയായില്ല എന്ന് പറയാൻ കാരണം അങ്ങനെ ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് കോടതിയുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് സുകേശൻ തയ്യാറാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒരു നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് തയ്യാറാക്കിയത് ശരിയല്ല എന്ന് പറയുമ്പോൾ അത് സുകേശന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കണമെന്നതിന് അർത്ഥമില്ല. കാരണം ട്രാക്ക് റെക്കോർഡ് KP ജയേന്ദ്രൻ കോടതിയിൽ തുടർച്ചയായി ഈ വിഷയത്തിൽ വാദിക്കുന്നയാളാണല്ലോ, അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ PC ജോർജ്, ഈ കോടതി പരാമർശങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
ഞാൻ വളരെ സ്നേഹത്തോട് കാര്യം പറയും. ഇതിനകത്തെ കാര്യം എന്താ, സുകേഷൻ എന്ന് പറയുന്ന SP മോശക്കാരനാണെന്ന് കോടതി ഇൻഡയറക്റ്റ് ആയിട്ട് പറയാൻ ഗവൺമെന്റ് വക്കീല് തയ്യാറായതിന്റെ കാരണം എന്താ? കഴിഞ്ഞ ദിവസങ്ങളിലെ ബഹുമാനപ്പെട്ട കോടതിയുടെ കമന്റും അതോടൊപ്പം ഇത് നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതിനെ പറ്റി സാമാന്യ വിവരവും ബോധമുള്ളവർക്ക് മനസ്സിലായ സാഹചര്യത്തിൽ ഇനി ഒരു എൻക്വയറിയോ അതല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനുള്ള നിർദ്ദേശമോ കൊടുക്കാൻ കോടതി നിർബന്ധിതമാകും എന്ന് ബോധ്യപ്പെട്ട ഉമ്മൻചാണ്ടിയും KM മാണി ഉൾപ്പെട്ട ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇനിയൊരു അന്വേഷണത്തിന്റെ സാഹചര്യം വന്നാൽ എൻക്വയറിയാണ് വരുന്നതെങ്കിൽ ഒരു കാരണവശാലും ഈ സുകേശന്റെ എൻക്വയറി വരരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് തനിക്ക് ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട സാഹചര്യം ഉണ്ടാക്കേണ്ടി വരും എന്ന ചിന്തയോടുകൂടിയാണ് ഗവൺമെന്റിന് വേണ്ടി വക്കീൽ ഈയനം വിവരക്കേടുകൾ പറയുന്നത്. SP പോലെ സുകേഷിനെ പോലെ SP പറ്റി ട്രാക്ക് റെക്കോർഡ് എന്ന് വെച്ചാൽ ഏറ്റവും മാന്യനായ ഉദ്യോഗസ്ഥരാണെന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള സത്യസന്ധനായ ഉദ്യോഗസ്ഥരാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അല്ല ശ്രീ PC ജോർജ്, ഇപ്പോൾ കോടതി ഏതാണ്ട് അന്തിമ വിധി പോലെയാണ് പരാമർശങ്ങൾ നടത്തുന്നത്. അതാ ഞാൻ പറഞ്ഞത് ഒരു സംശയം വേണ്ട നികേഷ്, ദൈവനിശ്ചയം നടക്കട്ടെ. ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് കാര്യങ്ങളിലേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇത് എൻക്വയറിക്ക് ഇടണം, അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാണി ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി കേസെടുക്കാൻ കോടതി തീരുമാനിക്കണം. അപ്പൊ ഇത് രണ്ടു വന്നാലും ഉണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത് സുകേഷൻ ഇതിന്റെ എന്ന SP എൻക്വയറി റിപ്പോർട്ട് വലിയ പ്രശ്നമാവും. അപ്പൊ അദ്ദേഹത്തെ മോശമാക്കിക്കൊണ്ട് വേറെ ഒരു എൻക്വയറിക്കോ അല്ലെങ്കിൽ ഇതിന് അപ്പീലായി ഹൈക്കോടതി പോയി ഒരു എൻക്വയറിക്ക് ഓർഡർ മേടിക്കാൻ കഴിഞ്ഞാൽ സുകേഷിനെ മാറ്റി നിർത്തി ഏതെങ്കിലും റാൻ മൂളി കൊടുക്കുന്ന നമ്മുടെ പല മാന്യന്മാരും ഉണ്ടല്ലോ, അതുപോലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ അന്വേഷിപ്പിച്ച് ഇനിയൊന്ന് രക്ഷപ്പെടാമെന്ന് നോക്കാം. അതായത് കച്ചിത്തുരുമ്പെ കയറി പിടിക്കുമല്ലോ, വല്ലവനും കച്ചിത്തുരുമ്പെന്ന് പറഞ്ഞ വല്ലവനും പുല്ലായുധം എന്ന് പറഞ്ഞതുപോലെ അത് അങ്ങനെ അവസാനമായി ഒടുക്കത്തെ പരിപാടി എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടിയാണിത്. യാതൊരു സംശയം വേണ്ട, ജയിലിൽ പോകും. സുകേശന് നൽകിയ കത്തിൽ ഡയറക്ടറുടെ അഭിപ്രായം മാത്രമല്ല, മാണിയെ കുറ്റവിമുക്തനാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത് എന്നാണ് ഇന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഉള്ളടക്കം എങ്ങനെയായിരിക്കണം എന്ന് നിർദ്ദേശിക്കാൻ ഡയറക്ടർക്ക് അധികാരം ഇല്ല എന്നും പറഞ്ഞിരിക്കുന്നു. അന്തിമ റിപ്പോർട്ട് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്നും മാത്രമല്ല, കുറെ കൂടി വിശദമായി കാര്യങ്ങൾ പരിഗണിച്ചപ്പോൾ സ്വകാര്യ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടിയത് തെറ്റായിപ്പോയി എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുകയും ഇപ്പോൾ വിജിലൻസ് പറയുകയാണ് അത് തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പോൾ വിജിലൻസ് തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളെ ഒക്കെ തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യവും ഇപ്പോൾ പ്രത്യേകിച്ച് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ ഞാൻ പറഞ്ഞ വല്ലവരും പുല്ലൊരായുധം എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോളിൽ പിടിച്ച് കയറി രക്ഷപ്പെട്ട് ഹൈക്കോടതി മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുമോ? മനസ്സിലായില്ലേ? ഒരു അപ്പീലിന് സ്കോപ്പ് ഉണ്ടാക്കി എടുത്തുകൊണ്ട് ഹൈക്കോടതി ഏതെങ്കിലും ജഡ്ജി. ശ്രീ ആന്റണി രാജു, അത് താങ്കളോടുള്ള ചോദ്യം ആയിരിക്കരുതായിരുന്നു. ശ്രീ ആന്റണി രാജു, നിങ്ങൾ എല്ലാം വന്നു വാദിച്ചതല്ലേ ഇവിടെ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെയോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെയോ ഒക്കെ നിയമോപദേശം തേടാതെ സുപ്രീം കോടതിയിൽ പോയി വലിയ വക്കീലന്മാരുടെ നിയമോപദേശം തേടി വന്നപ്പോൾ മുൻ ഉദാഹരണങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് വാദിച്ചവരായിരുന്നല്ലേ ശ്രീ ആന്റണി രാജു താങ്കളടക്കമുള്ളവർ? ഇപ്പോൾ പറയുന്നു അത് തെറ്റായിപ്പോയി എന്ന്. ഞാൻ ചോദിക്കട്ടെ നികേഷ്, ഈ കേസിൽ ആദ്യമായി ലീഗൽ ഒപ്പീനിയൻ ആരുടെയാണ് വാങ്ങിച്ചത്? ഈ വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസറായ CC അഗസ്റ്റിൻ എന്ന് പറയുന്ന സർക്കാരിന്റെ അഭിഭാഷകനായ CC അഗസ്റ്റിന്റെ ഒപ്പീനിയനല്ലേ വാങ്ങിച്ചത്? ആ ഒപ്പീനിയനിൽ എന്താ എഴുതിയിരിക്കുന്നത്? KM മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വകുപ്പില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞല്ലോ, നിയമോപദേശം സ്വകാര്യ അഭിഭാഷകരുടെ വാങ്ങിക്കുന്നതിന് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു നികേഷ്, സ്വകാര്യ അഭിഭാഷകരുടെ അല്ല, ഏത് അഭിഭാഷകന്റെയും നിയമോപദേശം തേടാൻ അധികാരമുണ്ടായിരുന്നു സുപ്രീം കോടതി 2000 പീസ് ആർ വിധിച്ചിട്ടുണ്ട്. ഇത്തരം അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടിയത് തെറ്റായിപ്പോയി എന്ന് വിജിലൻസ് ഇന്ന് കോടതിയിൽ കുറ്റസമ്മതം നടത്താൻ കാരണം കോടതിയുടെ ഇതിനേക്കാൾ കടുത്ത പരാമർശങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയല്ലേ? ഇവരല്ലേ ഈ പറയുന്ന ബാർ ഉടമകൾക്ക് വേണ്ടിയും സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾ ആ തെറ്റേറ്റു പറയുന്നതിലൂടെ ഒഴിവാക്കി.
ഒരിക്കലുമല്ല നികേഷ്, അങ്ങനെ ഒരു കമന്റ്, അങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയെന്ന് പറയുന്ന ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല, ദുർവ്യാഖ്യാനമാണ്. കാരണം ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എടുത്താൽ നമുക്കറിയാമല്ലോ, നികേഷിനെ അറിയാമല്ലോ, CC അഗസ്റ്റിന്റെ ഒപ്പീനിയൻ അല്ലേ ആദ്യം വാങ്ങിച്ചത്? രണ്ടാമത് ആരുടെ ഒപ്പീനിയൻ തേടാൻ പോയത്? സോളിസിറ്റർ ജനറലിന്റെ, ഐക്യജനാധിപത്യ മുന്നണി വെച്ച സോളിസിറ്റർ ജനറലല്ല, ഞങ്ങളുടെ പ്രതിപക്ഷമായി നിൽക്കുന്ന സുനിൽകുമാറിനെ പോലെ പ്രതിപക്ഷമായി നിൽക്കുന്ന BJP ഗവൺമെന്റ് വെച്ച സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്ന സർക്കാർ വക്കീലിന്റെ നിയമോപദേശമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ അദ്ദേഹം തരാൻ, അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ആന്റണി രാജു, നിങ്ങൾ ഉപദേശം തേടാൻ പോയവരും നിയമപ്രകാരമാണ് ഉപദേശം തരാത്തതുമായ ആളുകൾ, അവരും ബാർ ഉടമകൾക്ക് വേണ്ടി ഹാജരാകുന്നു, ഉപദേശം തന്നവരും ബാർ ഉടമകൾക്ക് വേണ്ടി ഹാജരാകുന്നു. കോടതി ഈ തെറ്റേറ്റു പറഞ്ഞിരുന്നില്ല എങ്കിൽ ഈ ഇതൊക്കെ നോക്കുമ്പോൾ, ഈ പരാമർശങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനേക്കാൾ വലുതുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. ദയവായി തുടരുക. ശ്രീ KP ജയചന്ദ്രൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് ആന്റണി രാജുവിൻ്റെ എല്ലാ ടെലിവിഷൻ ചർച്ചകളുടെയും പ്രധാനപ്പെട്ട വാദം സെക്ഷൻ 7 സംബന്ധിച്ചായിരുന്നു. സെക്ഷൻ 7 സംബന്ധിച്ച് ഡിമാൻഡ് ആവശ്യമില്ല എന്ന് കോടതി പറയാൻ എന്താണ് കാരണം? ഒരു അഴിമതി കേസാകുമ്പോൾ, പ്രത്യേകിച്ച് അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 7 പ്രകാരം ഡിമാൻഡ് ചെയ്യുകയും അത് ആക്സെപ്റ്റ് ചെയ്യുകയും, അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉപകാരം അവിടെ കാണിക്കാൻ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? കോടതി സെക്ഷൻ 7 സംബന്ധിച്ച് ഒരു നിർവചനം നടത്തിയത് അംഗീകരിക്കാനാവുന്നതാണോ? ഈ ബാർക്കോഴ കേസ് വന്നതിന് ശേഷം എല്ലാ ചാനൽ ചർച്ചകളിലും ശ്രീ ആന്റണി രാജു സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് ഈ ഡിമാൻഡും അക്സെപ്റ്റൻസും. ഡിമാൻഡും അക്സെപ്റ്റൻസും സെക്ഷൻ 7 ഓഫ് PC ആക്ടിൽ പറയുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ KM മാണിയെപ്പോലെ ഉന്നതനായ ഒരു മനുഷ്യൻ, സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി, എനിക്ക് നിങ്ങളുടെ ബാർ കാര്യങ്ങളിൽ 418 ബാറുകൾ പൂട്ടിയിട്ടിരിക്കുന്നത് തുറപ്പിക്കാൻ എനിക്ക് ഇത്ര രൂപ തന്നാൽ ചെയ്യാം എന്ന് ബാർ ഉടമകളോട് പറയാനുള്ള സാധ്യതയില്ല. പക്ഷേ 22/3/2014 അദ്ദേഹത്തിന്റെ പാലായിലുള്ള വസതിയിൽ നിന്നും 15 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു തുടങ്ങിയ ഈ ബാർക്കോഴ, അതിനുശേഷം പിന്നീട് ഒരു 35 ലക്ഷവും, പിന്നീട് ഒരു 50 ലക്ഷവും, പിന്നീട് ഒരു 35 ലക്ഷവും വാങ്ങി. അങ്ങനെ 1 കോടി രൂപ വാങ്ങിയത് എന്തായാലും മാണി സാറിന് കൊണ്ടുവന്ന് പാർട്ടിക്ക് വേണ്ടി കൊടുത്ത സംഭാവനയല്ലല്ലോ. അത് കൃത്യമായും പോയ സാക്ഷികളെല്ലാം പറയുകയാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഘടകകക്ഷി നേതാക്കന്മാരെയും മറ്റ് മന്ത്രിമാരെയും കാണണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ അവിടെയെല്ലാം പോയി. മാണി സാർ 22/3/2014 വീട്ടിലുണ്ട് എന്ന് വിളിച്ച് അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം പോയി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഡിമാൻഡ്, അതിപ്പം നിയമത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി അവസാനമായി പറഞ്ഞ ഒരു വിഷയത്തിൽ, ഒരു കേസിന്റെ കാര്യത്തിലാണ് ആന്റണി രാജു ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. പക്ഷേ രാജു പറയുന്നത് പോലെ വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശം കൊടുത്തില്ല എന്ന് പറയുന്നത് ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിന്റെ അവസാന പാരഗ്രാഫിൽ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും സെക്ഷൻ 7ലും സെക്ഷൻ 13ലും വരുന്നില്ല എന്ന് പറയുന്നത് അല്ലാതെ ആ ഒരു ഇൻഡയറക്റ്റായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഡയറക്റ്റായി പറഞ്ഞില്ലെങ്കിലും ഈ കേസിൽ മാണി സാറിനെ ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഒരു തെളിവാണല്ലോ ഈ വിജിലൻസിന്റെ പ്രോസിക്യൂട്ടർ, വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസർ കോടതിയിൽ ആരെയോ ഭയക്കുന്ന പോലാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഇന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് എന്ന് പറയുന്ന അഭിഭാഷക സംഘടനയ്ക്ക് വേണ്ടി ആ കോടതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ വാദമുഖങ്ങൾ നിരത്തിയപ്പോൾ അപ്പോഴാണ് കോടതി ഇങ്ങോട്ട് ചോദിച്ചത് സെക്ഷൻ 7 അട്രാക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചത്. കാര്യം ഡിമാൻഡും അക്സെപ്റ്റൻസും ഞാൻ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതൊക്കെ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് ഇവിടെ പറയണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് അഭിഭാഷകരുടെ നിയമോപദേശം തേടിയ കാര്യം, ഞാൻ ചോദിച്ചു, പ്രൈവറ്റ് അഭിഭാഷകരുടെ നിയമോപദേശം തേടിയാൽ അവർക്ക് ആരാണ് ഫീസ് കൊടുത്തത്? അവർക്ക് ഫീസ് കൊടുത്തത് തീർച്ചയായിട്ടും ഈ KM മാണി എന്ന് പറയുന്ന ഈ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? നേരത്തെ ആന്റണി രാജു സൂചിപ്പിച്ചല്ലോ, BJP സർക്കാർ അപ്പോയിന്റ് ചെയ്ത സോളിസിറ്റർ ജനറൽമാരാണെന്ന്. ഇവർ ആരുടെ ഉപദേശമാണ് തേടിയത്? നേരത്തെ ഉമ്മൻചാണ്ടി പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോൾ ആ കേന്ദ്രം അപ്പോയിന്റ് ചെയ്ത നാഗേശ്വർ റാവുവിനെ പോലെയുള്ള, മോഹൻ പരാശരനെ പോലെയുള്ള ആളുകളുടെ അഭിപ്രായമല്ലേ ഇവർ വാങ്ങിയത്? അതിന് ഫീസ് കൊടുത്തതാരാ? ഈ കൊടുത്ത കത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ആര് പേ ചെയ്തു? അവരൊക്കെ വലിയ എക്സ്പെൻസീവ് ലോയേഴ്സ് അല്ലേ? പ്രൈവറ്റ് അഭിഭാഷകർ എന്ന നിലയിൽ ഏറ്റവും അധികം ഫീസ് വാങ്ങുന്ന അഭിഭാഷകർക്ക് ഫീസ് കൊടുത്തു, അല്ലെങ്കിൽ എന്തെല്ലാം മെറ്റീരിയൽസാണ് ഞങ്ങൾക്ക് അവരുടെ ഒപ്പീനിയനായി വേണ്ടത് എന്ന കാര്യം ചോദിച്ചതായി വല്ല രേഖയുണ്ടോ? ഒരു രേഖയുമില്ല. അപ്പോൾ വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസർ ആരെയോ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെയോ രക്ഷിക്കാൻ വേണ്ടി കോടതി തീർച്ചയായിട്ടും ചോദിച്ചത്, ഞാൻ തന്നെ എന്റെ വാദം തുടങ്ങിയപ്പോൾ ചോദിച്ചത്, ഈ ലീഗൽ അഡ്വൈസർ ആർക്ക് വേണ്ടി ഹാജരാകുന്നു? പ്രതിക്ക് വേണ്ടിയോ
പ്രോസിക്യൂഷന് വേണ്ടിയോ എന്ന്. ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഒരു കാരണവശാൽ അങ്ങനെ ഒരു കോടതിയിൽ നമ്മളെ ഒരു വക്കീൽ എന്ന നിലയിൽ ഒരു കക്ഷി നമ്മുടെ അടുത്ത് വന്നാൽ ആ കക്ഷിയുടെ ജീവിതം നമ്മളെ ഏൽപ്പിക്കുകയാണ്, ഏത് കേസായാലും. അപ്പോൾ ആ കക്ഷിക്ക് വേണ്ടി നമ്മൾ പരമാവധി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ഒരു സർക്കാർ നിയമിച്ച ഒരാളെന്ന നിലയിൽ സർക്കാരിന് വേണ്ടി വാദിക്കാൻ, അതുകൊണ്ടാണല്ലോ അഗസ്റ്റിനെ മാറ്റിയത്. CC അഗസ്റ്റിനാണ് ആദ്യം റിപ്പോർട്ട് കൊടുത്തത്. ശ്രീ ആന്റണി രാജു പറഞ്ഞു ആ അഗസ്റ്റിനെ മാറ്റാനുള്ള കാരണം എന്താ? ആ അഗസ്റ്റിനെ മാറ്റിയത് തന്നെ അവർ പറയുന്നത് പോലെ തന്നെ കേൾക്കുന്ന, അല്ലെങ്കിൽ അവർ അപ്പോയിന്റ് ചെയ്ത, ഈ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ഒരു വിജിലൻസിന്റെ ആൾ വേണം. അതുകൊണ്ടല്ലേ ലീഗൽ അഡ്വൈസറായി അദ്ദേഹത്തെ ഈ ചുമതല ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഈ ആന്റണി രാജു പറയുന്നത് പോലെ ഡിമാൻഡും അക്സെപ്റ്റൻസും ഒക്കെ അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു കേസിൽ ഇങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയുണ്ടായി. എത്ര ഫീസ് കൊടുത്തു ഈ അഭിഭാഷകർക്ക്? തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടുണ്ടല്ലോ എന്തായാലും സംസ്ഥാന വിജിലൻസ്. ഈ രണ്ട് വലിയ സുപ്രീം കോടതി അഭിഭാഷകരോട് നിയമോപദേശം എഴുതി വാങ്ങിയിട്ടുണ്ട്. അതിന് അവർക്ക് എത്ര ഫണ്ട് കൊടുത്തു? അത് സർക്കാർ കൊടുത്തതാണോ? സർക്കാർ അല്ല കൊടുത്തതെങ്കിൽ മറ്റാര് കൊടുത്തു? മറ്റാരെങ്കിലുമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് ഏത് കപ്പാസിറ്റിയിലാണ് കൊടുത്തത്? നികേഷ്, ഇവിടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ആ ചോദ്യം ചോദിച്ചാൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തെ. കാരണം അദ്ദേഹം തന്നെ ചോദിക്കണം. കാരണം അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ, സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഐസ്ക്രീം പാർലർ കേസിൽ ഗവൺമെന്റ് ലീഡർമാരെ ഒഴിവാക്കിക്കൊണ്ട് അഡ്വക്കേറ്റ് ശാന്തിഭൂഷന്റെയും അഡ്വക്കേറ്റ് സുശീൽ കുമാറിന്റെയും നിയമോപദേശം തേടിയെന്ന് മാത്രമല്ല 2 കോടി രൂപ കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഈ സുനിൽകുമാറിന്റെ പാർട്ടി ഭരിക്കുമ്പോൾ കൊടുത്ത അതേ നിയമമനുസരിച്ച് കേരളത്തിന്റെ ഖജനാവിൽ തന്നെ ഈ അഭിഭാഷകർക്കുള്ള പണം കൊടുത്തില്ലെങ്കിൽ ഇനി കൊടുക്കും. മാണി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ VS അച്യുതാനന്ദന് സ്വകാര്യ അഭിഭാഷകരുടെ നിയമോപദേശം തേടിയപ്പോൾ 2 കോടി രൂപ ഫീസ് കൊടുത്തത് ഏത് അക്കൗണ്ടിൽ നിന്നെടുത്താ കൊടുത്തത്? അതേ അക്കൗണ്ടിൽ നിന്ന്, അതേ നിയമമനുസരിച്ച് അന്ന് ഐസ്ക്രീം പാർലർ കേസിൽ സ്വകാര്യ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടുകയും അത് ശരിയാണ് എന്ന് അന്ന് കോടതിയിലും ഇന്ന് LDF നേതാക്കളും ആവർത്തിച്ചു പറയും. പക്ഷേ ഇവിടെ ഈ നിയമോപദേശകരിൽ നിന്ന് അല്ലെങ്കിൽ ഈ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടിയത് ശരിയായില്ല എന്നാണ് ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ തെറ്റായ രീതിയിലുള്ളൊരു നിയമോപദേശം തേടുന്നതിന് ഖജനാവിലെ പണം ചെലവഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര? നികേഷ്, എത്ര രൂപയാണെന്ന് എടുക്കില്ല, പക്ഷേ ഖജനാവിൽ നിന്ന് തന്നെ പണം കൊടുക്കേണ്ടി വരും. കാരണം വിജിലൻസ് എന്ന് പറയുന്നത് സർക്കാരിന്റെ സ്ഥാപനമാണ്. സർക്കാരിന് വേണ്ടി വിജിലൻസ് നിയമോപദേശം തേടിയാൽ ആ അഭിഭാഷകൻ കൊടുക്കുന്ന ബില്ല് പണ്ട് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കൊടുത്തതുപോലെ ഈ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് കൊടുക്കും. മാത്രമല്ല, അങ്ങ് പറഞ്ഞൊരു ഫാക്ച്വൽ എററുണ്ട്. സ്വകാര്യ അഭിഭാഷകരുടെ നിയമോപദേശം തേടിയത് തെറ്റാണെന്നുള്ള കുറ്റസമ്മതം ഇന്ന് കോടതിയിൽ നടത്തിയെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് ഫാക്ച്വൽ എററാകാനും സാധ്യത. അതുകൊണ്ട് സ്വകാര്യ അഭിഭാഷകരുടെ അഭിപ്രായം തേടാം, അവർക്ക് ഗവൺമെന്റിൽ നിന്ന് ഖജനാവിൽ നിന്ന് ഫീസ് കൊടുത്ത ചരിത്രം കേരളത്തിലുണ്ട്. അത് ഇടതുപക്ഷ അച്യുതാനന്ദൻ തന്നെ ആ ചരിത്രം തുടങ്ങി വെച്ചിട്ടുമുണ്ട്. ശ്രീ ജയേന്ദ്രൻ, അത് ഫാക്ച്വൽ എററാണ് എന്ന് പ്രതികൂലമാകുന്നതെല്ലാം ഫാക്ച്വൽ എററാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് തോന്നുന്നു. താങ്കൾ എങ്ങനെ കാണുന്നു? താങ്കൾ ഉണ്ടായിരുന്നല്ലോ കോടതിയിൽ. അല്ല, അതിപ്പോൾ ആന്റണി രാജുവിന് തോന്നിയ ഒരു തോന്നലാണ്. കാര്യം കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ പ്രോസിക്യൂട്ടർ തന്നെ ഈ ലീഗൽ അഡ്വൈസർ തന്നെ പറഞ്ഞു അങ്ങനെ ഒരു ഉപദേശം വാങ്ങേണ്ട കാര്യമില്ലായിരുന്നു. തെറ്റാണെന്നല്ല, അല്ലല്ല, അങ്ങനെ വാങ്ങേണ്ട മാത്രമല്ല വാങ്ങിയത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ജയചന്ദ്രൻ പറയട്ടെ, പറഞ്ഞെന്ന് വാങ്ങിയത് തെറ്റാണോ അതിന്റെ സാങ്കേതികത്വത്തിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കാരണം അല്ല, അതിൽ മറ്റൊരു കാര്യം നേരത്തെ രാജു സൂചിപ്പിച്ചു. 2002 അങ്ങനെ സ്വകാര്യ അഭിഭാഷകരുടെ ഉപദേശം വാങ്ങാം എന്ന ഒരു 2011 2007 സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. മേത്ത കേസിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്ന് തോന്നുന്നു. ശ്രീ സുനിൽ കുമാർ, നിങ്ങൾ അടക്കമുള്ള 6 or 7 ഹർജിക്കാരാണുള്ളത്. രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഉള്ളത് എന്നതാണ് വിജിലൻസിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട വാദം. നിങ്ങളെല്ലാവരും രാഷ്ട്രീയക്കാരാണ്. കെ എം മാണി എന്ന രാഷ്ട്രീയ എതിരാളിയെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ ശ്രമം കോടതി അങ്ങനെയല്ലേ ഇതിനെ കാണൂ? ഇതിൻ്റെ മെറിറ്റിനപ്പുറത്തേക്ക് നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യവും കോടതി കണ്ടേക്കാം. അതുകൊണ്ടാണ് ഈ പറയുന്ന പരാമർശങ്ങൾ മാത്രമല്ല, കെ എം മാണിക്ക് പണം കൊടുത്തു എന്നുള്ളത് ബിജു രമേശിൻ്റെ കേട്ടറിവ് മാത്രമാണ് തുടങ്ങിയ കാര്യങ്ങൾ കോടതിക്ക് പറയേണ്ടി വരികയോ അല്ലെങ്കിൽ സംശയമായി ഉന്നയിക്കുകയോ വേണ്ടി വന്നിട്ടുള്ളത്. ശ്രീ പി സി ജോർജ്, അത്തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം കോടതി കാണില്ലേ? അത് കാണാൻ കഴിയും. കൈക്കൂലി മേടിച്ച് വെച്ചാൽ അത് രാഷ്ട്രീയമാണെന്ന് പറയുന്ന കാര്യമുണ്ടോ? ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയക്കാരും കെ എം മാണിയോട് കാശ് മേടിക്കാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ അങ്ങനെ പറയുന്നത് എന്താ അർത്ഥം? ഞാനിതിനകത്ത് അഭിപ്രായം പറഞ്ഞ ഉടനെ മാണി വിരോധം കൊണ്ടാന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്, കേട്ടോണ്ടിരിക്കുന്നത്. എന്ത് വിവരക്കേടെന്ന് നമ്മുടെ ചാനലിൽ കൂടെ ഒക്കെ ആർക്കും പറയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് മാണി കാശ് മേടിച്ചിട്ടില്ലെന്ന് അനുരാജിനും ആർഗ്യുമെന്റ് ഇല്ല, കോടതിയിലും ആർക്കും ആർഗ്യുമെന്റ് ഇല്ല. അത് കൈക്കൂലിയാണോ ചോദിച്ച് മേടിച്ചതാണോ എന്നാ ഇപ്പൊ തർക്കം. മനസ്സിലായില്ലേ? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സത്യം മുഴുവൻ മനസ്സിലായില്ലേ കേസേ? ഇത് ഗവൺമെന്റ് വക്കീല് പറയുന്നത് എന്താ? നമ്മുടെ വിജിലൻസിന്റെ അഡ്വക്കേറ്റ് ആയിട്ട് എന്താ പറയുന്നത്? അങ്ങനെ മാണി കാശ് മേടിച്ചില്ലെന്ന് പറയുന്നില്ലല്ലോ. കാശ് ചോദിച്ചു തെളിവുണ്ടോന്ന് അയാൾ ചോദിക്കുന്നു. എന്താ എവിടെ പോയി നിൽക്കും ഇത്? ഇതുപോലെ നിയമത്തിന്റെ നൂലാമാലയിൽ ഇട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല അഴിമതി കേസ്. അഴിമതിയിലൂടെ ഉണ്ടാക്കിയ പണം അത് മുഴുവനായിട്ട് ഛർദ്ദിച്ചേ പറ്റൂ. ഇത് ജനങ്ങളുടെ പണമാണ്, അതൊക്കെ തെളിയിച്ചേ പറ്റൂ. അത് തെളിയിക്കാൻ ഇനി ഒന്നും ആവശ്യമില്ല, ജനങ്ങളുടെ മുമ്പ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ആ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള മര്യാദ മാണി കാണിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ആന്യരാജിനെ പോലുള്ള ഒരു യോസഫ് ഗ്രൂപ്പുകാരൻ ചെയ്യേണ്ടത് മാണിക്കിട്ട് കൊടുത്ത അടി കോടതി കൊടുത്തോണ്ടിരിക്കുക, ആന്യരാജു കൂടെ അതങ്ങ് ഏറ്റെടുത്ത് ചെയ്യുക. എന്നിട്ട് കേരള കോൺഗ്രസിനെ സംരക്ഷിക്കാൻ ആ മാർക്കൊന്ന് യോസഫിന്റെ നേതൃത്വത്തിൽ ആലോചിച്ചാൽ ആന്യരാജിനും കേരളത്തിലെ ജനങ്ങൾക്കും കൊള്ളാം എന്ന അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ആന്റണി രാജു, പി സി ജോർജ് പറയുന്നത് ഒരു പുനരന്വേഷണത്തിനോ അല്ലെങ്കിൽ പ്രതി ചേർക്കാനുള്ള ആവശ്യമോ കോടതിയിൽ നിന്ന് ഉന്നയിക്കപ്പെട്ടേക്കാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ കെ എം മാണി മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ല ശ്രീ നികേഷ്, നേരത്തെ പറഞ്ഞ ഫാക്ച്വൽ എറർ ഇപ്പൊ ശരിയായല്ലോ. ഞാൻ പറഞ്ഞത് അഡ്വക്കേറ്റ് കെ പി ജയചന്ദ്രൻ തന്നെ ആ കോടതിയിലുണ്ടായിരുന്ന പറഞ്ഞല്ലോ അങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയിട്ടില്ല എന്ന്. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുമ്പോൾ സ്വകാര്യ അഭിഭാഷകൻ സമ്മതിക്കൽ തന്നെയാണ്. അല്ല, രണ്ടും രണ്ടാണ് നികേഷ്. സ്വകാര്യ അഭിഭാഷകന്റെ നിയമോപദേശം തേടിയത് തെറ്റാണെന്ന് കുറ്റസമ്മതം നടത്തിയെന്ന് പറയുന്നതും അതും വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. വേണമെങ്കിൽ, കാരണം CC അഗസ്റ്റിന്റെ റിപ്പോർട്ട് മതിയായിരുന്നു. അതിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ശ്രീ കെ പി ജയചന്ദ്രൻ എതിർഭാഗം വക്കീൽ പോലും ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ശ്രീ നികേഷ് പറഞ്ഞത് സത്യമാണെന്ന് ജനം വിശ്വസിക്കുമായിരുന്നു. ഇവിടെ ശ്രീ ജോർജ് പറഞ്ഞല്ലോ 2 കാര്യങ്ങളെ കോടതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അത് ജോർജിന്റെ ആഗ്രഹം. 3 കാര്യങ്ങൾ കോടതിക്ക് ചെയ്യാം. എന്തൊക്കെയാ? ഒന്നുകിൽ ഈ റിപ്പോർട്ട് അംഗീകരിച്ച് ഫൈനൽ റിപ്പോർട്ട് അംഗീകരിച്ചു എന്ന് പറയാം, നമ്പർ 1. 2, ഈ അന്വേഷണം കുറെ കൂടി ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി കൂടുതലായിട്ട് അന്വേഷിക്കണമെന്ന് വേണമെങ്കിൽ കോടതിക്ക് പറയാം. 3, ഈ 2 കാര്യമേ കോടതിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ജോർജ് ആഗ്രഹിക്കുന്നതല്ല. ഇപ്പോൾ ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് കെ എം മാണിയെ നേരെ ശിക്ഷിച്ചാൽ ജോർജിന് ഹാപ്പി. എൻ്റെ ജോർജിന്റെ സ്വപ്നം നടക്കാൻ പോകുന്നില്ല. ജോർജിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ആ പൂതി നടക്കാൻ പോകുന്നില്ല. കാരണം ജോർജ് തന്നെ 3 മാസങ്ങൾക്ക് മുമ്പ് എന്നെക്കാളും ഘോരമായി ശ്രീ കെ എം മാണി നിരപരാധിയാണ്, വിശുദ്ധനാണെന്ന് പറഞ്ഞു നടന്ന ആളല്ലേ ശ്രീ പി സി ജോർജ്. എങ്ങനെയാണിപ്പോ 3 മാസത്തിനിപ്പുറം ശ്രീ പി സി ജോർജിന് കെ എം മാണി പിന്നെ യൂദാസ് ആയതെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ജോർജ് പാർട്ടി ഇന്ന് പുറത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നേ, അല്ല ഞാൻ ജോർജ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. ജോർജ് പി സി ജോർജ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. ശ്രീ നികേഷ്, ഇവിടെ മറുഭാഗത്ത് 3 പേരാ വാദിക്കുന്നത്. അഡ്വക്കേറ്റ് കെ പി ജയചന്ദ്രൻ, ശ്രീ പി സി ജോർജ്, സുനിൽകുമാർ, 3 വക്കീലന്മാരാ. ഈ മാണിസാറിന് ഞാൻ മാത്രമേ വാദിക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ ജോർജിനെ പോലുള്ളൊരു ഒരാൾ ഇടയ്ക്ക് കയറി പറഞ്ഞതിന് മാന്യതയല്ല. കാരണം ജോർജ് ഞാൻ പറയുന്നത് ജോർജിന് 2 കാര്യമേ ജോർജിന്റെ മനസ്സിലുള്ളൂ. 3ാമത് ഒരു കാര്യം കൂടിയുണ്ട് ജോർജ്. ഈ ഫൈനൽ റിപ്പോർട്ട്
കോടതി അംഗീകരിക്കും എന്നൊരു മൂന്നാമത്തെ കാര്യം കൊണ്ട് അതുണ്ടാകുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നത്. ഇനി ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കൂടുതലായി ഏതെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞാൽ ഞങ്ങൾക്കെന്താ? അന്വേഷിച്ചാൽ പോലും KM മാണിയെ പ്രതിയാക്കാൻ ഇന്നത്തെ നിയമം അനുസരിച്ച് ഡിമാൻഡും അക്സെപ്റ്റൻസും തെളിയിക്കാതെ അത് മസ്റ്റാണ്, മാൻഡേറ്ററി ആണ്. 2009-ലും 10-ലും 14-ലും 15-ലുമുള്ള സുപ്രീം കോടതി സുനിൽകുമാർ, ഇനി ഒരു പുനരന്വേഷണത്തിനോ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിനോ കോടതി ഉത്തരവിട്ടാൽ തന്നെ അന്വേഷിച്ചോട്ടെ എന്ന് നിലപാടെടുത്ത് കേരള കോൺഗ്രസ് പൊടിയും തട്ടിപ്പോവും. അത്രേ ഉള്ളൂ വിഷയം. അല്ല വികേഷ്, അതുകൊണ്ടൊന്നും ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല. ഈ പുനരന്വേഷണം അല്ല പ്രധാനപ്പെട്ട പ്രശ്നം. മാണിക്കെതിരെ കേസെടുക്കുക എന്നുള്ളതാണ്. അന്വേഷണം നടത്തേണ്ടത് ഈ ഗവൺമെന്റ് അല്ല, CBI അന്വേഷിക്കേണ്ടി വരും. ഈ വെറുതെ പുനരന്വേഷണം അല്ല, CBI അന്വേഷിക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം നികേഷ്, ഇത്രയും നേരം ആന്റണി രാജ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആന്റണി രാജ് മനസ്സിലാക്കേണ്ട കാര്യം, കോടതിയിൽ പറഞ്ഞത്, ഞങ്ങൾ കോടതിയിൽ വാദിച്ചത് എന്താ, നിങ്ങൾ സ്വകാര്യ അഭിഭാഷകരെ വെച്ച് തെറ്റായിരുന്നു. ആ വാദം ഉന്നയിക്കപ്പെട്ടപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞ എന്താ, സ്വകാര്യ അഭിഭാഷകരെ വെക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വകാര്യ അഭിഭാഷകരെ വെച്ച് തെറ്റാണെന്ന വാദം അംഗീകരിക്കുകയാണ്. പിന്നെ അതിനെ ന്യായീകരിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, സുപ്രീം കോടതിയിൽ ഈ നാഗേശ്വര റാവു എന്ന് പറയുന്ന വക്കീലിനെ വെച്ചത് ആരാ? അന്ന് LDF ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾ വക്കീലിനെ വെച്ച് ക്യാബിനറ്റ് തീരുമാനമെടുത്ത് അവർക്ക് പണം കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ച് പണം കൊടുത്തു. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ നാഗേശ്വര റാവുവിനെ വെക്കാൻ തീരുമാനിച്ചത് ഏത് ഗവൺമെന്റിന്റെ ഏത് തീരുമാനമാണ്? ഏത് ഹെഡിൽ നിന്ന് നിങ്ങൾ പണം കൊടുത്തു എന്ന കാര്യം നിങ്ങൾ വ്യക്തമാക്കണം. മറ്റൊരു കാര്യം, സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ് ഗവൺമെന്റിന് വേണ്ടി ആവശ്യമായി വരുന്ന അഭിഭാഷകരെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. ഈ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന് പറയുന്ന നിയമമന്ത്രി KM മാണി വെക്കുന്ന സ്റ്റാൻഡിംഗ് കൗൺസിലാണ് അവിടെ വക്കീലന്മാർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ KM മാണിയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മെമ്പർമാരായിട്ടുള്ള വക്കീലന്മാർ ബാർ കോഴയ്ക്ക് വേണ്ടി വാദിക്കുന്ന നാഗേശ്വര റാവുവിനെ അവിടെ അഭിഭാഷകരായി വെച്ചത് KM മാണിയുടെ അറിവോട് കൂടിയിട്ടാണ്. നാഗേശ്വര റാവുവിന്റെ എന്താണ് ലീഗൽ അഡ്വൈസ് എന്ന കാര്യം വ്യക്തമായി മാണിയുടെ കൂടി അറിവോട് കൂടിയിട്ടാണ് ഈ ലീഗൽ അഡ്വൈസ് കൊടുത്ത് ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇൻഡയറക്റ്റായും ഡയറക്റ്റായും KM മാണി അദ്ദേഹത്തിന്റെ നിയോഗിച്ചിരിക്കുന്ന സ്റ്റാൻഡിംഗ് കൗൺസിലൂടെയാണ് നാഗേശ്വര റാവുവിലൂടെ ഈ വിഷയം ഇദ്ദേഹത്തിനെതിരെ കേസില്ല, എടുക്കാൻ കഴിയില്ല എന്ന ലീഗൽ അഡ്വൈസ് അനധികൃതമായി കൊണ്ടുവന്ന് തലയിൽ വെച്ചത്. ഇത് കോടതിയിൽ വരും ദിവസങ്ങൾ തെളിയിക്കപ്പെടാൻ പോവാണ് രാജു. അതുകൊണ്ട് ആന്റണി രാജു വിചാരിക്കുന്ന പോലെ പൊടിയും തട്ടി പോകാൻ കഴിയുന്നൊന്നും വിചാരിക്കേണ്ട. അതിനപ്പുറത്തേക്ക് പോകേണ്ടി വരും. കാരണം സുനിൽകുമാർ പറഞ്ഞത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് VS അച്യുതാനന്ദന്റെ കാലത്ത് ഈ ശാന്തിഭൂഷണയും മറ്റും വെച്ചത് ക്യാബിനറ്റ് തീരുമാനം അല്ല. മുഖ്യമന്ത്രി ലെറ്റർ നമ്പർ 161/VIP/CM ഡേറ്റഡ് 1/4/11 VS അച്യുതാനന്ദന്റെ പേഴ്സണൽ കത്ത് ഒരു ക്യാബിനറ്റ് തീരുമാനം ശ്രീ സുനിൽകുമാറിന് ഹാജരാക്കുക. ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കള്ളം പറയരുത്. കത്ത് വേണ്ട, വിജിലൻസ് ഡയറക്ടറുടെ കത്ത് മതി. വിജിലൻസ് ഡയറക്ടറുടെ കത്ത് മതി. വിജിലൻസ് ഡയറക്ടർ കൊടുത്തു. വിജിലൻസ് ഡയറക്ടർക്ക് എത്ര പൈസ കൊടുത്തു? ഗവൺമെന്റ് കാശ് കൊടുക്കും. ആര് കൊടുത്തു? ഗവൺമെന്റ് ഫീസ് കൊടുത്ത ആരാ? ഗവൺമെന്റ് കൊടുക്കണം. ഗവൺമെന്റ് തീരുമാനം എടുക്കണം. മുഖ്യമന്ത്രി പറയണം. വിജിലൻസിന്റെ ഡയറക്ടറാണ്. ആ കാശ് ഗവൺമെന്റ് കൊടുക്കും. എപ്പോ കൊടുക്കും? എത്ര കൊടുക്കും? ഗവൺമെന്റ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ കാശ് കൊടുത്തോ? ആന്റണി രാജുവിന് അറിയില്ല എത്ര കാശ് കൊടുക്കണം, അത് കൊടുത്തോ അല്ലെങ്കിൽ ഇനി കൊടുക്കാൻ പോവുകയാണോ? അല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവ് ഇന്ന് ചോദിക്കുകയാണ് എത്ര പൈസ കൊടുക്കുന്നു. നിങ്ങൾക്കൊരു ഉത്തരം വേണ്ടേ ശ്രീ ആന്റണി രാജു? വായിക്കുന്ന ആളല്ലല്ലോ. അല്ല, അതിനുത്തരം പറയേണ്ടത് ഞാനല്ല. അതിനുത്തരം പറയേണ്ടത് പണം കൊടുത്ത ആഭ്യന്തര വകുപ്പ് പറയും. അത് പ്രതിപക്ഷ ഉപനേതാവാണല്ലോ. അദ്ദേഹം എഴുതി ചോദിച്ചാൽ അതിനുള്ള മറുപടി വ്യക്തമായിട്ട് റിട്ടേണായിട്ട് കിട്ടുമല്ലോ. ഒരു കാര്യം ഞാൻ പറയാം. ശ്രീ VS അച്യുതാനന്ദന്റെ കാലത്ത് 2015 എങ്ങനെ കൊടുത്തോ, 2 കോടി എങ്ങനെ കൊടുത്തോ, ആ ഹെഡിൽ നിന്നും ഈ അഭിഭാഷകർ ക്ലെയിം ചെയ്യുന്ന ഫീസ് കൊടുക്കാൻ ഗവൺമെന്റ് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് കൊടുക്കും. അല്ല, കൊടുത്തിട്ടില്ലെങ്കിൽ രാജു നാഗേശ്വര റാവു കടം കൊടുക്കേണ്ടിയിരുന്നില്ല എന്നാണ് ഏറ്റവും കുറഞ്ഞത് ആന്റണി രാജുവിന്റെ വാചകങ്ങളിൽ ഇന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നത്. വളരെ നന്ദി ശ്രീ ആന്റണി രാജു, സുനിൽകുമാർ, ഒപ്പം തന്നെ KP ജയചന്ദ്രൻ, PC ജോർജ്.
അത് കൊടുക്കേണ്ടിയിരുന്നില്ല എന്നാണ് പറഞ്ഞത് ശ്രീ ആന്റണി രാജു. താങ്കൾ തന്നെ പറയുന്നത് അങ്ങനെയാണ്. ഇനി തിരുത്തലാണെങ്കിൽ തന്നെയും വളരെ നന്ദി. റവന്യൂ ഭൂമി ഏറ്റെടുക്കാൻ വനംവകുപ്പ് ഉത്തരവിറക്കിയതിനെതിരെ വനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി മന്ത്രിസഭാ യോഗത്തിൽ തർക്കമുണ്ടായതായി മന്ത്രി അടൂർ പ്രകാശിന്റെ വെളിപ്പെടുത്തൽ. പാവങ്ങളുടെ ഭൂമി പുറംവാതിലിലൂടെ കൊണ്ടുപോകാമെന്ന് കരുതേണ്ടെന്ന് തിരുവഞ്ചൂരിനോട് പറഞ്ഞതായി അടൂർ പ്രകാശ് തുറന്നടിച്ചു. അതേസമയം മന്ത്രിസഭാ യോഗത്തിൽ തർക്കമുണ്ടായിട്ടില്ലെന്നും പട്ടയം നൽകുന്നത് നിയമപരമായിരിക്കണമെന്നാണ് തന്റെ നിലപാടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടി നൽകി. പൊതുജനാഭിപ്രായം സ്വരൂപീകരിച്ച് ഹർത്താൽ നിരോധന ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഹർത്താൽ നിരോധിക്കണമെന്ന തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് വൻ ജനപിന്തുണയാണ് ലഭിച്ചത്. ഹർത്താൽ നിരോധിക്കണമെന്നാണ് കേരളത്തിന്റെ പൊതു മനസ്സെന്നതിന്റെ തെളിവാണിതെന്നും രമേശ് ചെന്നിത്തല മലപ്പുറത്ത് പറഞ്ഞു. മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ ധാരണയായെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. അവസാനിക്കുന്നു. നമസ്കാരം.